ഇൻഷാല്ലാ ഇന്ന് ഓവർടേക്കില് ഒരു പുതിയ കുടുംബം കൂടെ വന്നിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് രാവിലെയാണ്, പുലർച്ചെ 5:30 മണിക്ക് എത്തിക്കുന്ന ഡെലിവറിക്ക്. അവര് അജ്മാനിന്ന് വരികയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മുടെ GLS 350 എടുക്കാനാണ്. അവർ വണ്ടി കണ്ടിട്ടില്ല. നമ്മുടെ ഇൻസ്റ്റയിൽ ഫോട്ടോ കണ്ടിട്ട് സംസീർ ഭായ്, അവരുടെ വൈഫ് ഹസീന, അവർ അജ്മാനിൽ രണ്ടാളും ഫാർമസിസ്റ്റാണ്. സ്വന്തമായിട്ട് അവിടെ ബിസിനസ്സാണ്. ആർക്കെങ്കിലും ദുബായിൽ പുതിയ ഫാർമസിയോ എവിടെ തുടങ്ങും അല്ലേ, എവിടെ വേണമെങ്കിലും ഇവരെ ബന്ധപ്പെട്ടാൽ പുതിയ ഫാർമസി സെറ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം മെഡിസിൻ പ്രോഡക്റ്റ് 7,000 അടുത്ത് പ്രോഡക്റ്റുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ടാവും, അതിൻ്റെ അർത്ഥം എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തായാലും സന്തോഷം. വണ്ടി കാണാതെ ഓട്ടോയിലേക്ക് പൈസ അയച്ചു, ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തു. അനസ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും. പിന്നെ വണ്ടി എല്ലാം മെർസിഡസിൻ്റെ കമ്പനി സർവീസ് അപ് ടു ഡേറ്റ് ചെയ്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, ഹൈ ക്വാളിറ്റി, ഫാൻസി നമ്പർ 9999. നിങ്ങൾ നാട്ടിലെ നമ്പറും കൂടെ അല്ലേ, KL11. ഇവർ കോഴിക്കോടാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. വണ്ടി ഞങ്ങളിന്ന് സെലക്ട് ചെയ്തതിൽ ഞങ്ങളെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഷോറൂമും ഞങ്ങളെ ഡെലിവറിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ ഒന്ന് പങ്കുവെക്കാം ഞങ്ങളെ. ഞാൻ വണ്ടി ഡയറക്റ്റ് കാണാതെ എടുക്കുന്ന സംഭവം എല്ലാവരും എന്നോട് ഫ്രണ്ട്സുകളെ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ പൈസ അയച്ചു കൊടുത്തത്? എനിക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിലാണ് പൈസ അയച്ചു കൊടുത്തത്. കാരണം നമുക്ക് അപ്പോൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് പോയി നോക്കിക്കൂടെ, നിങ്ങൾക്ക് വണ്ടി കാണാതെ എങ്ങനെ നിങ്ങൾ വണ്ടി എടുക്കുക? ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്ക് നമ്മൾ ഒരാൾ സംസാരത്തിന് മനസ്സിലാവില്ല, ആത്മാർത്ഥാണ് സംസാരിക്കുന്നത്. അങ്ങനെ അനുസരിച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ആള് എന്താ പറയുക, പക്ക ഒരു സാധാ മനുഷ്യനാണ്, അല്ലാതെ പറ്റിക്കാൻ വേണ്ടി ബിസിനസ് വേണ്ടി ചെയ്യുന്നല്ല, മനസ്സിലായി. അപ്പോൾ ഈ സംസാരം കൊണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ പൈസ അയച്ചു കൊടുത്തു, അഡ്വാൻസ് അയച്ചു കൊടുത്തു. സത്യത്തിൽ പറയണ വണ്ടി വളർന്നിട്ടാണ് കാണുന്നത്, ഞാൻ വണ്ടി കണ്ടിട്ടില്ല. ഒരു കവർ ചെയ്തിട്ട് കൂടെ പക്ഷെ ഞങ്ങൾക്ക് ഹൈലി കോൺഫിഡൻസ് ആണ്. നിങ്ങൾ വണ്ടി വിശ്വാസമുണ്ട്. പിന്നെ അതുപോലെ വണ്ടി നമ്മൾ എന്താ പറയുക, ഇത്രയും വലിയൊരു വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രേറ്റ് ഫോർവേഡ് ചെയ്തിട്ടില്ല. അവർക്കും ബുദ്ധിമുട്ടാണ്, സ്ഥാപനം നടത്തുന്ന ആൾക്കാരെ അവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു കസ്റ്റമർ പരാതിയായിട്ട് വരാൻ പാടില്ല, നാളെ വേറെ കസ്റ്റമറും വരണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. ചെയ്യാൻ പറ്റുന്നത് അതെ, എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഏതായാലും സന്തോഷമുണ്ട്, വളരെ സന്തോഷം. കാരണം ഈ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നേരത്തെ എണീച്ച് വന്ന് എല്ലാം ചെയ്തത് ഞാൻ അവിടെ ചോദിച്ചു നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചോദിക്കാം, എല്ലാവരും വരില്ല. നേരത്തെ വരല് ബുദ്ധിമുട്ടാണ്. അർജന്റീന കളിയിലോട്ട് മൊത്തം വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ പരിചയമായിട്ട് അവക്കനെ ആദ്യം കാണാം, ഞാൻ കണ്ടിട്ട് പോയില്ലേ, ആൻസർ മുതലേ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വെച്ച് സ്റ്റാഫായിരിക്കാനോ ഞാൻ ചോദിച്ചു അന്ന മുതലാണോ അതെന്ന്. എന്റെ പാർട്ണറാണ്. ഞങ്ങള് വണ്ടി കാണാതെ എടുത്തുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റും നല്ല രീതിയിൽ തരണം എന്നാണ്. എന്താ വെച്ചാൽ നമ്മളെ കാണാതെ ഒരു വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ആ വണ്ടിയിൽ 100% നമ്മള് കണ്ടെടുക്കുന്നത് കാണാത്തവർക്ക് രണ്ടാണ്. എല്ലാ രീതിയിലും നമ്മളെ ചൂസ് ചെയ്ത് ഈ മലയാളികൾക്ക് നമ്മൾ പറയണ എല്ലാ കുറ്റമല്ല, നമ്മളെ മലയാളി. പക്ഷേ നമ്മൾ പറയുന്നത് വെച്ചാൽ എല്ലാവരും കുറേ ചോദ്യങ്ങൾ ചോദിക്കും, കുറേ ഡൗട്ടുകൾ കേൾക്കും, അവസാനം വേണ്ടാണ് പോവുകയും ചെയ്യും. ഈ സമയം നമ്മൾ ചെയ്യുന്ന ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങും. കാരണം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി നിങ്ങൾ തരുമ്പോൾ എന്തായാലും നിങ്ങൾ ചതിക്കൂല. നമുക്ക് ഒരു സ്ഥാപനമുണ്ട്, നിങ്ങൾ ബ്രോക്കറല്ല, സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം നിലനിന്ന് പോകണം ആവശ്യം നിങ്ങൾക്ക് കൂടെ ആവുമ്പോൾ ഒരിക്കലും ചതിക്കൂല. 10 വർഷമായി, ഞാനിപ്പോ 25-27 വർഷമായി ഈ ഫീൽഡിൽ. അപ്പൊ ഞങ്ങക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ അങ്ങനെ തന്നെ. നല്ല എന്തായാലും വളരെയധികം നന്ദി നമ്മുടെ ഈ ചൂസ് ചെയ്തതിന്. ഞാൻ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അതൊക്കെ നമ്മൾ മാത്രല്ല എന്റെ ഓക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സിനോട് പറഞ്ഞു നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല അവർക്ക് നാട്ടിൽ വണ്ടി നോക്കുന്ന ആളാണ്. നമ്മൾ നോക്കാം, സജസ്റ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.